2018 മോഡൽ ഡിസയറാണ്, ഡീസലാണ് വണ്ടി കേട്ടത്. ഡീസൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺ വണ്ടിയാണ്. VDI 2021 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ. സ്വിഫ്റ്റ് ZXA+ ആണ്, ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഇത് ഇച്ചിരി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതും ഹുണ്ടായുടെ വണ്ടി തന്നെയാണ്, സാൻഡ്രോ. ഇപ്പോഴത്തെ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് മോഡൽ 2021 മോഡൽ. ഇത് സെക്കൻഡ് ഓണറാണ്, കിലോമീറ്റർ കുറവാണ്, 16,500 കിലോമീറ്റർ. ഈക്കോ 2018 മോഡലാട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഈക്കോ ആണ്. പക്ഷേ ഇത് മോഡലുള്ള വണ്ടി കിടക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു 2013, 12 ആ റേഞ്ചിലുള്ള ഈക്കോയ്ക്കാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. നമുക്ക് പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാം മോഡലുള്ള വണ്ടിയാണ്. സുമോ, ടാറ്റ സുമോ 2004 മോഡലാണ്. 2004 നല്ല ടയറും കിടക്കും. 2004 മോഡലാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട് പോകുന്ന വഴിക്ക് മേവറം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ട്രൂ വാലിയിലാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. കഴിഞ്ഞ മാസം ഇയർ എൻഡിങ് ഒക്കെ പ്രമാണിച്ച് ഈ കഴിഞ്ഞ മാസവും ഈ മാസം ആണ്ട ഒരു മേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും പുതിയ കുറേ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തീരെ മോശം വിലയുള്ള വണ്ടികളില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെ കിടക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നോക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, അതായത് ഒരു 4 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന ടൈപ്പ് ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു അവയർനെസ് ക്ലാസ് പോലെ നമ്മൾ ഈ വ്ളോഗേഴ്സൊക്കെ ചെയ്യണമെന്ന് നമ്മളെ മന്ത്രി പറഞ്ഞതിൻ്റെ പേരിൽ പറയുകയാണ്. റോഡ് സുരക്ഷാ നിയമമൊക്കെ പാലിച്ച് എല്ലാവരും വണ്ടികൾ വൃത്തിയായിട്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. അതേപോലെ നടപ്പാത ഉള്ള രീതിയിൽ പോവുക. അതായത് ഈ നടന്നു പോകുന്നവരൊക്കെ റോഡിലോട്ട് കയറി നടക്കാതെ ഒന്ന് ഒതുങ്ങിയൊക്കെ പോവുക. അവരവരുടെ ജീവൻ സൂക്ഷിച്ചാൽ അവരവരുടെ കുടുംബമായിട്ട് കുറേ കൂടി കാലം ജീവിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വക കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു പോവുക. ബാക്കി യാത്രക്കാരുണ്ടെങ്കിൽ ഹെൽമെറ്റ് ധരിച്ചു പോവുക. കാറിൽ പോകുന്നവർ സീറ്റ് ബെൽറ്റ് ധരിച്ചു പോവുക. അപ്പം ഈ വക കാര്യങ്ങളും കൂടി ഒന്ന് സൂക്ഷിച്ചോളുക. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം സ്ഥിരം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വിഷ്ണുസ്തുതി വന്നിട്ടുണ്ട്. പലരും ഞാൻ വേറെ സ്ഥാപനങ്ങളിലെ വീഡിയോസ് എടുക്കുന്ന നേരത്ത് നിങ്ങളെന്താ ഇപ്പോൾ വിഷ്ണുസ്തുതി എടുത്ത് പോകാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരാൾക്ക് പറയട്ടെ, ആ ചോദിച്ചാൾക്ക് ഞാൻ തിരിച്ച് എഴുതി ചോദിച്ചു, വിഷ്ണുസ്തുതിയുടെ വീഡിയോ എടുത്തിട്ട് ചീത്ത വിളിക്കാനല്ലേ? അപ്പോൾ പുള്ളി വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ചീത്ത വിളിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അപ്പം നിങ്ങൾക്ക് ചീത്ത വിളിക്കാൻ, അതായത് വിളിക്കാൻ വേണ്ടിയിരിക്കുന്ന ചേട്ടന്മാർക്ക് ചീത്ത വിളിക്കാനും ട്രൂ വാലിയിൽ വിശ്വസിച്ച് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വണ്ടി എടുക്കാനും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇവൻ പറഞ്ഞത് നല്ല ക്വാളിറ്റി വണ്ടികളാണ് കിടക്കുന്നതെന്നാണെങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ ഒരു ടാറ്റ സുമോ കിടക്കുന്നുണ്ട്. അത് 2004 മോഡൽ. 2004 മോഡൽ. അപ്പം അത് ആ ഒരു വണ്ടിയിലേ ഉള്ളൂ അങ്ങനെ പഴയ വണ്ടി എന്ന് പറയാം. കുറേ വണ്ടി ഇപ്പോൾ അത്യാവശ്യം കിടക്കുന്നില്ല, മോഡലുള്ള വണ്ടികളാണ്. മോഡലുള്ള വലിയ വണ്ടികളൊക്കെ കിടക്കുന്നത്. ഇപ്പോൾ എല്ലാം കുറച്ച് വണ്ടികൾ കുറേ. അങ്ങോട്ട് നോക്കും, കണ്ടോ ലുക്കിലും ആ വലിയ വണ്ടികളുടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടാണ് ഉള്ളി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വണ്ടികൾ ഏകദേശം തുടക്കം വില എങ്ങനെയായിരിക്കും? സ്റ്റാർട്ടിങ് ഇപ്പോൾ കിടക്കുന്നത് എനിക്കൊന്ന് 2 രൂപ റേഞ്ചൊക്കെ തൊട്ടുള്ള വണ്ടികളാണ് കിടക്കുന്നത്. പിന്നെ കിടപ്പുണ്ട്, നമ്മളെ യാർഡ് അറിയാമല്ലോ, യാർഡിലും 1.5 വണ്ടിയിൽ ഇപ്പം വീണ്ടും യാർഡ് നിറഞ്ഞുണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ നമ്മളെ ചേട്ടന്മാര് പറയുമ്പോൾ ഞാൻ പറയാം, എങ്ങനെയാ നിറയാതിരിക്കുന്നത്, നീയൊക്കെ കൊടുക്കുന്ന പൈസക്ക് ആരും ഒന്ന് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മളാ എടുക്കുമ്പോഴും 6 എടുക്കുന്നതുകൊണ്ടാണല്ലോ വണ്ടിയുടെ നിറഞ്ഞു കിടക്കുന്നത്. അത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രൈവറ്റ് കച്ചവടക്കാരും കാര്യങ്ങളെല്ലാവരും ഉണ്ട്. അവിടെ ഒന്നും കൊടുക്കാൻ ഇവിടെ തന്നെ വരുന്നില്ല. പുതിയ നമ്മളിപ്പം ട്രൂ വാലി, ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോക്കകത്തും പറയുന്നുണ്ട്, ട്രൂ വാലി എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടിക്കുള്ള സപ്പോർട്ടാണ്. അപ്പം നമ്മളും മാക്സിമം ഒരു കസ്റ്റമർ വരുമ്പോഴത്തേക്ക് സാരഥി മാത്രം നോക്കി ആയിരിക്കത്തില്ലോ പുതിയ വണ്ടി എടുക്കാൻ വരുന്നത്. ട്രൂ വാലിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, ട്രൂ വാലിനെ പറ്റി പറയല്ല. ഇപ്പോൾ ഇവർ, ഞാൻ ചില ഷോപ്പിൽ ഞാൻ ഇൻഡയറക്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവർ കൊടുക്കുന്നതിനേക്കാളും പൈസ വാങ്ങിക്കുന്ന ഷോപ്പുകളുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇതിപ്പോൾ എവിടെ ആണെങ്കിലും പ്രൈവറ്റ് അവർക്കാണെങ്കിലും നമ്മളാണെങ്കിലും പ്രോഫിറ്റ് ഇല്ലാതെ പറ്റത്തില്ല. ഒരു സ്ഥാപനം നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വേണം. ഇല്ലാതെ ഇപ്പോൾ ഒരു ചെറിയ വീട്ടിലിട്ട് വണ്ടി വിൽക്കുന്ന കച്ചവടക്കാരനെ നോക്കുമല്ലോ പ്രോഫിറ്റ്. ശരി, അതെല്ലാം വിട്. ഇതിപ്പോൾ 2025 തുടങ്ങാൻ പോവാണ്. ഇത് ഡിസംബർ മാസം, ഇനി തീരെ 5 ദിവസം കൂടി ഉള്ളൂ. ഇനിയിപ്പം വണ്ടികൾ ഇനിയും കയറത്തേ ഉള്ളൂ. വില ഞാൻ പറഞ്ഞു വരുന്നതാണ്. വില പറയുമ്പോൾ അടുത്ത വർഷത്തേക്ക് കൂടിയുള്ള മനസ്സിൽ കണ്ടു വേണം വില പറയാൻ. അല്ലാതെ 2024 പറയരുത്. അതൊക്കെ നമുക്ക് ഈ വീട്ടിൽ വിലയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഈ ചോദിക്കുന്ന വില ഒരിക്കലും നമ്മൾ ചോദിക്കുന്ന വിലയ്ക്ക് വണ്ടി കിട്ടണം, വണ്ടി നമുക്ക് സെയിൽ ചെയ്യണമെന്നില്ല. നമുക്ക് ബാർഗെയിനിങ് ഉണ്ടാവും. വണ്ടി വന്ന് ഡയറക്റ്റ് നോക്കട്ടെ, നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതായിരിക്കും. ശരി, അപ്പം നോക്കാം. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ കുറവാണ്. കൂടുതലും കിടക്കുന്ന ബഡ്ജറ്റ്, ഇപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റുള്ള വണ്ടികളാണ്. അപ്പോൾ വാൻഡറൊക്കെ ആണെങ്കിൽ നമുക്ക് KCDC മോഡൽ വാൻഡർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവലാണെങ്കിലും ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. അതിപ്പം 13 മോഡലാണ്. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ഇപ്പോൾ കിടക്കുന്ന ആ 13 മോഡലോട്ടാണ് വണ്ടി കിടക്കുന്നത്. ബാക്കിയെല്ലാം അതിന് മേളിലോട്ട് വരുന്ന വണ്ടിയാണ്. 15, 16, 17 അതേ കിടപ്പുള്ളൂ. ബാക്കിയെല്ലാം അതിന് മേളിലോട്ട് വരുന്ന വണ്ടികളാണ്. നമുക്ക് 13 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2013 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ ആട്ടോ. LXA ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ടോ.
ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഒരു പുത്തൻ ടയറൊന്നും പറയുന്നില്ല, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. വണ്ടി വന്ന കണ്ടീഷനിൽ കിടക്കുക. പെയിൻറ്റിംഗ് വർക്ക് നമ്മൾ കുറച്ച് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അല്ല വേറെ മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. സീറ്റ് കവർ മോശമാണ്. സീറ്റ് കവർ കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്ന സീറ്റ് കവറാണ്. ഒറിജിനൽ അടിയിലുണ്ട്, ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഇച്ചിരി മോശമാണ്. ചെയ്ത മോഡലിൻ്റെ സീറ്റ് കവർ മാറി കൊടുക്കത്തില്ല. കാര്യം നമുക്ക് പുതിയ വണ്ടിയാണെങ്കിലും സീറ്റ് കവർ ഇല്ലല്ലോ, അത് കസ്റ്റമർ അഡീഷണൽ ചെയ്യുന്നൊരു കാര്യമല്ലേ. അതിപ്പം VX ആണെങ്കിൽ പോലും അതിനകത്ത് സീറ്റ് കവർ ഇല്ല, അത് അഡീഷണൽ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പുറത്ത് ചെയ്യുന്നതല്ലേ. പിന്നെ നമുക്ക് നോക്കാം. ടയർ മാറി കൊടുക്കൂ. ടയറൊക്കെ നമുക്ക് സംസാരിക്കാം. കാര്യം നമുക്ക് പ്രൈസ് ഇട്ടേക്കുന്നത് 285 പ്രൈസ് ഇട്ടേക്കുന്നത്. ആ ഒരു വില നോക്കണ്ട, ആ ഒരു വിലയ്ക്ക് ഒരിക്കലും നമുക്ക് സെയിൽ ചെയ്യാന്നുള്ള പ്രൈസ് നമുക്കും ഇല്ല. എങ്കിലും മാക്സിമം ചെയ്യാവുന്ന മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും. വണ്ടി വന്ന് ഓടിച്ചു നോക്ക്, മെക്കാനിക്കലി വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ടയർ മാത്രം നല്ലൊരു ടയറല്ല. ഫ്രണ്ട് കിടന്ന് 2 ടയർ നല്ല ടയറാണ്. ഇതല്ല ഫ്രണ്ട് കിടന്നില്ല. ഇല്ല, ഫ്രണ്ട് കിടന്ന് ഇതിനകം നല്ല ടയറുണ്ട്. ഫ്രണ്ട് നോക്കിയോ, എൻ്റെ അത്യാവശ്യം നല്ല ടയറാണ്. ഇതും ഈ പറഞ്ഞ നല്ല ടയറൊന്നല്ല, എങ്കിലും ഒരു 50% പോലും ഇല്ല. അത്യാവശ്യം ഓടാനുള്ള കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ടയർ മാറണമെങ്കിൽ സംസാരിക്കാം. നമുക്ക് വണ്ടി വന്ന് നോക്കാം. പച്ചയ്ക്ക് പറഞ്ഞത് നമുക്ക് സംസാരിക്കാം. നോക്കും, വണ്ടി വന്ന് നോക്കട്ടെ. ഇതെങ്ങനെ ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും സിംഗിൾ ഓൺ വണ്ടി തന്നെ. സിംഗിൾ ഓൺ വണ്ടി. ഇത് 2013 ആയതുകൊണ്ട് ഫിനാൻസും കിട്ടും. ഒരു 10-75 രൂപ ആദ്യം ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. ഇത് 2017 മോഡലാട്ടോ. 17 ഇത് മാനുവലാണ് വണ്ടി. ഇത് ഫുൾ ഓപ്ഷനാണ്. VX വണ്ടി. 52,000 കിലോമീറ്റർ. ഇതും സിംഗിൾ ഓൺ വണ്ടി തന്നെ. സിംഗിൾ ഓൺ ടയർ കിടപ്പുണ്ട്. ടയറുണ്ട്. പുത്തൻ ടയറാണ്. കൊള്ളാം, നല്ല ടയർ. പക്ഷേ ബാക്കിലെ മോശമാണ്. ഫ്രണ്ട് 2 പുത്തൻ ടയറാണ്, ബാക്കിലത്തത് മോശമാണ്. 4 ടയർ മാറുമ്പോൾ 20,000 രൂപ മാറി. 4 ടയറിന് 20,000 രൂപയൊന്നുമില്ല. 5,000 വെച്ച് കിടക്കട്ടെ. മാറിയാൽ പോലും 16,000 രൂപയല്ലേ ആകത്തുള്ളൂ. 16,000 രൂപ ചുമ്മാ കിട്ടത്തില്ലല്ലോ. അത് കിട്ടത്തില്ല. അതാണ് ഡിസ്കൗണ്ട് നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്താൽ പോരെ. പിന്നെ അതും സീറ്റ് കവർ അഡീഷണൽ ചെയ്തേക്കുന്നത്. VX ആണ് വണ്ടി. അഡീഷണൽ ചെയ്യുന്ന സീറ്റ് കവറാണ്. ഫ്ലോർ മാറ്റ് ഉണ്ട്. ഇത് ക്വാളിറ്റി സീറ്റ് കവറാണ്. സീറ്റ് കവർ അത്യാവശ്യം നീറ്റാണ്. വണ്ടി ഇച്ചിരി നീറ്റാണ്. വണ്ടിക്ക് 52,000 കിലോമീറ്റർ അടിച്ചിട്ടുണ്ട്. ഈ ടയർ മൊട്ടയാണ്. ടയർ ബാക്കിൽ 2 മോശമാണ്. 2017 മോഡലേ. ശരി, അവിടെ ഇവിടെയൊക്കെ റീടച്ചിന്റെ പരിപാടിക്കുള്ള അതൊക്കെ ചെയ്യാം. ടച്ചും പോളിഷിംഗ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാം. തരാം. എത്ര പ്രൈസ് ഇട്ടേക്കുന്നത്? 435 435 പ്രൈസ് ഇട്ടേക്കുന്നത്. പ്രൈസ് നോക്കാം. ഈ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാൻ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം. 17 മോഡലാണ്. ഇതിനപ്പം 5 വർഷത്തേക്ക് ലോൺ കിട്ടും. ഇത് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 75,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്യാൻ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് തരാം. ഇത് 2015 മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. വാഗണർ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷനാണ്. ഓണർഷിപ്പ് 3rd ഓണർ കേട്ടോ. 3rd ഓണറാണ്. നല്ല അലോയ്സ് ഒക്കെയാണ്. അലോയ്സ് ഉണ്ട്. അലോയ്സ് എല്ലാം കസ്റ്റമർ അഡീഷൻ ചെയ്തേക്കുന്ന അലോയ്സാണ്. വാഗണറിനകത്ത് അലോയ്സ് വരുന്നതല്ല. ടയർ 4 പുത്തൻ ടയറാണ്. പുത്തൻ ടയർസ് കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ടയറിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയി. ഇനി വണ്ടിക്കകം എങ്ങനെ ഉണ്ട്? വണ്ടി ഇന്ത്യയിലൊക്കെ വൃത്തിയാണ്. പിന്നെ ഈ സീറ്റ് കവർ ഇച്ചിരി പഴയ മോഡൽ അതാണ്. ഇച്ചിരി ഫെയ്ഡായ കളർ ഫെയ്ഡായാണ്. കിലോമീറ്ററും കുറവാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണോ? കിലോമീറ്റർ അല്ല, ജെന്യൂനാ. ഈ ഒരു ഓണർഷിപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ അതെല്ലാം അഡീഷൻ ചെയ്തേക്കുന്നത്. സാധാ സ്റ്റീരിയോ അല്ല. സ്റ്റീരിയോ വരുന്നത് മാറ്റി ചെയ്തേക്കുന്നത്. കസ്റ്റമർ അഡീഷൻ ചെയ്യുന്നത്. ബാക്കൊക്കെ ആവറേജ് ഗുണം. വണ്ടിക്കകത്ത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഓണർഷിപ്പിന്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. എത്ര ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 365. 365. ഇതും ഓട്ടോമാറ്റിക് തന്നെയാണ്. 2016 മോഡൽ. പക്ഷേ ഇത് കിലോമീറ്റർ കുറച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ. 90 റേഞ്ച് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പോ സിംഗിൾ ഓൺ വണ്ടിയാണ്. സിംഗിൾ ഓൺ. ടയേഴ്സ് ആവറേജ് ടയർ. വണ്ടിക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി കുറച്ചുകൂടി വൃത്തിയുണ്ട് ആകും കാണാൻ. അതെ, ഈ സീറ്റ് കവറിൻ്റെ ഇത് വൈറ്റ് അല്ലേ. സീറ്റ് കവറിൻ്റെ ഒരു ഇച്ചിരി ക്വാളിറ്റിയാണ്. ഫോർഡ് പവർ വിൻഡോ മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഫുൾ ഓപ്ഷൻ വണ്ടി. VX തന്നെയാണ്. എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോൾ 385. 385 ആണ്. ഇതും 5 വർഷത്തേക്ക് നമുക്ക് ലോൺ കിട്ടുന്ന 16 മോഡലാണ്. ഈ മോഡലിനകത്ത് ഈ സെൻസറും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തേക്കുന്നത് കേട്ടോ. സെൻസർ ഒന്നും വരുന്നതല്ല, അഡീഷൻ ചെയ്യുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. വണ്ടി വാഷ് ചെയ്ത് എടുക്കണമെന്നുള്ളതേ അല്ല, ഈ പ്രസന്റ് കണ്ടീഷൻ നോക്കണ്ട. അത് നമുക്ക് ഇവിടെ ഈ റോഡ് പണിയും കാര്യങ്ങളും പൊടിയും എല്ലാം അടിച്ച് കിടക്കുന്നതാണ്. പിന്നെ ഈ പെയിന്റിങ് ഈ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നോക്കണ്ട. ഡെലിവറി സമയത്ത് ഒന്നും കാണത്തില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ടേ വണ്ടി വരുത്തുള്ളൂ. പെയിന്റിങ്, ഇന്റീരിയർ ക്ലീനിങ്, പോളിഷിങ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി വണ്ടി വരുത്തുള്ളൂ. ഇത് 2018 മോഡലാട്ടോ. 2018 മോഡലാണ്. വാഗണർ തന്നെയാണ്. VX ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെയാണ്. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ബാക്ക് ടയർ ഇതും ഓട്ടോമാറ്റിക് ആണ്. പ്രൈസ് വരുമ്പോഴത്തേക്കും 485 ആണ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. സിംഗിൾ ഓൺ വണ്ടി. ബാക്ക് ടയേഴ്സ് മാറി കൊടുക്കൂ. ടയർ നോക്കാം നമുക്ക്. മൊട്ടയാണ്. നോക്കാം മാറി തരാം. വണ്ടിക്ക് കൊള്ളാം. സീറ്റ് കവേഴ്സ് രണ്ടും പുതിയ ടയർ അല്ല. 2 ടയർ നമുക്ക് മാറാം. പുതിയ ടയർ അല്ലേ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്? ഏതാ പുതിയ ടയർ അല്ലേ ഇട്ട് കൊടുക്കുക? പുതിയ ടയർ അങ്ങനല്ല. നമുക്ക് സ്റ്റോക്ക് തന്നെ പുതിയ ടയറാണല്ലോ. ഓക്കെ, എത്ര ചോദിച്ചേ? 4. ഇത് 485. 2018 മോഡൽ. ഇത് നമുക്ക് വാറണ്ടി വരുന്നത് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്നുണ്ട്.
വാറണ്ടി മീൻസ് പുതിയ വണ്ടി കിട്ടാൻ സെയിം വാറണ്ടിയാണ്. എഞ്ചിൻ, സ്റ്റഡ്, ഗിയർ ബോക്സ്, ബെയറിംഗ്, ഓൾ ഓവർ ഇന്ത്യ വാറണ്ടിയാണ്. ഞാൻ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റും എല്ലാം ഉണ്ട്. ഇത് അതർ ബ്രാൻഡ് വണ്ടിയാണ്, 2017 മോഡൽ കിഡാണ് കേട്ടോ. മാരുതി വണ്ടിയല്ല, അതർ ബ്രാൻഡാണ്. ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓൺ വണ്ടിയാണ്. കിലോമീറ്ററും കുറവാണ്, 37,000 കിലോമീറ്റർ. അത്ര ഓടി 36,387 ജെന്യൂൻ കിലോമീറ്റർ എല്ലാം ജെന്യൂനാണ്. ഫസ്റ്റ് ടയർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഇത് അഡീഷണൽ ചെയ്തേക്കുന്ന കേട്ടോ. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്, അഡീഷൻ ചെയ്തേക്കുന്നതാണ്. ചെയ്തേക്കുന്ന പവർ വിൻഡോ. ഇത് പ്രൈസ് വരുമ്പോൾ 310. ഇതൊക്കെ മാക്സിമം ഫണ്ട് കിട്ടുന്ന കേട്ടോ. ഒരു 50,000 അല്ലെങ്കിൽ 60,000 മാക്സിമം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ കിട്ടും. പവർ വിൻഡോ കയറ്റിയിട്ടുണ്ട്. അഡീഷൻ ചെയ്യുന്നത് പവർ വിൻഡോ അഡീഷൻ ചെയ്യുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കിടപ്പുണ്ട്. ടയർ പിന്നെ കിടക്കുന്നത് കമ്പനി ടയറാണേ. ഫസ്റ്റ് ടയർ കമ്പനി ടയർ തന്നെയാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് 310 പ്രൈസ് ഇട്ടേക്കുന്നത്. 310 പ്രൈസ് നോക്കാം. ഏത് വർഷമായിരുന്നു? 2017 മോഡലാണ്. ഇത് 5 വർഷം നമുക്ക് ലോൺ കിട്ടും. 2016 മോഡൽ സെലീറിയോ, അത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ വണ്ടി കേട്ടോ. VXA ആണ് വണ്ടി. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ ഉണ്ടോ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 65,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്കും 4.25. 4.25 ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് ഇച്ചിരി പൊതു വെച്ച് വില കൂടുതലാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. സ്റ്റീരിയോ പോലും ഇല്ലല്ലോ. സ്റ്റീരിയോ ഇല്ല. ഈ സമയത്ത് VXA അത് വരത്തില്ലല്ലോ. അഡീഷൻ ചെയ്യുന്ന മോഡലാണ്. അതന്ന് ഈ സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ ഫുൾ ഓപ്ഷനകത്ത് മാത്രമേ സ്റ്റീരിയോ വരത്തുള്ളൂ. സ്റ്റീരിയോ, എയർ ബാഗ്, പവർ വിൻഡോസ് ഉണ്ട്. 4 പവറിൻ്റെ വരും. ഇതിനകത്ത് വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, നമുക്ക് വിശ്വസിച്ചെടുക്കാം. വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ചെറിയ കാണുന്ന സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ ചെയ്ത് നമുക്ക് ക്ലിയർ ആക്കി തരാം. എത്ര ചോദ്യം? 4. ഇത് 4.4. ഉണ്ടായിട്ട് അക്സെൻ്റ് ആണ്, 2015 മോഡൽ. ഓണർഷിപ്പ് എത്രയായി? ഇതും സിംഗിൾ ഓണർ വണ്ടിയാണ്. 14 ലാസ്റ്റ് 15 വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസലാണേ വണ്ടി. ഇതാകുമ്പോൾ ഡീസലാണ്. ഇതാകുമ്പോൾ 3.4 വരും പ്രൈസ്. മൈലേജ് ഒക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് നമ്മളെ മാരുതിയുടെ എത്രയും നോക്കണം, എന്തായാലും 10-18 ആ റേഞ്ചൊക്കെ ആവറേജ് എന്തായാലും കിട്ടും. 4 പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അലോയ്സും കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവലാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ നോക്കി ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ടയർ മൊട്ടയുടെ ടയർ ഭാഗം വരുമല്ലോ. ടയർ ഭാഗം അപ്പോൾ അത് മാറി തരുമായിരിക്കും. ഇതിനകത്ത് വേറെ നമ്മൾ കമ്മിറ്റ് ചെയ്യത്തില്ല. കാര്യം നമ്മളെ മാരുതി വണ്ടിക്ക് മാത്രമല്ലേ സാധനങ്ങൾ കാര്യം സ്പെയറും കാര്യങ്ങളും. ടയറില്ല, ടയർ വരുന്നത് നമുക്ക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സ്പെയറോ കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇത് പുറത്തു കൊണ്ട് മാറേണ്ടി നമ്മൾ റേറ്റ് ഇത് മാക്സിമം ഈ ഒരു കണ്ടീഷനാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത്. പുഷ് ബട്ടൺ കാര്യങ്ങൾ ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ. എത്ര ചോദ്യം? ഇത് 3.4. ഡീസലാണേ. 3.4. 2021 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാട്ടോ. സ്വിഫ്റ്റ് ZXA പ്ലസ് ആണ്. ഓട്ടോമാറ്റിക്കാണ് വണ്ടി. ഇത് ഇച്ചിരി കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടോപ്പൻ വേരിയന്റ്. ZXA പ്ലസ് ആണ് ടോപ്പൻ വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ടോപ്പൻ സിംഗിൾ ഓണർ ആണ്. ഇത് നമുക്ക് വാറണ്ടി എല്ലാം വരുന്നതാണ്. 1 വർഷത്തെ വാറണ്ടി സർവീസും എല്ലാം ഉള്ളതാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയും കാര്യമുണ്ട്. മ്യൂസിക് മോഡലുള്ള വണ്ടിയല്ലേ. ഈ ഒരു നോക്കണ്ട, ഇതും ഇച്ചിരി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാം അതിനകത്ത് ഇൻബിൽറ്റ് തന്നെ വരുന്നതാണ്. സ്റ്റീരിയോ കാര്യങ്ങൾ ഇതെല്ലാം. എത്ര ചോദ്യം? ഇത് 7.35. പുതിയ വണ്ടിക്ക് ഓട്ടോമാറ്റിക്. പുതിയ വണ്ടി 9 വേളി വരുന്നുണ്ട് വണ്ടി. അത് 3 സിലിണ്ടർ ഇപ്പോഴത്തെ. ഞാൻ ചോദിക്കുന്നത് ഈ 4 സിലിണ്ടർ ഇറങ്ങിയ സമയത്ത് എത്ര ഉണ്ടെന്ന്. 9 അടുപ്പിച്ചുണ്ടായിരുന്നു. കാര്യം VXA തന്നെ 8 ഉണ്ടായിരുന്നു. അതിന് വേണ്ടി എന്തായാലും 9 മേളി എന്തായാലും വരും. പുതിയ വണ്ടിയാണെങ്കിലും വരും. ഓട്ടോമാറ്റിക് അല്ലേ. ടോപ്പൻ വേരിയന്റാ. ZXA പ്ലസ്. പുഷ് ബട്ടനും കാര്യങ്ങളൊക്കെയാണ്. 2021. ആ രീതിയിലൊക്കെ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വാറണ്ടി ഉള്ള വണ്ടിയാണ്. മാരുതി വാറണ്ടി എല്ലാം ഉള്ള വണ്ടിയാണ്. സുമോ, ടാറ്റ സുമോ 2004 മോഡലാണേ. 2004 നല്ല ടയറും കിടക്കും. 2004 മോഡലാണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒക്കെ ഇതിനകത്ത് കിലോമീറ്റർ 1 ലക്ഷത്തിന് മേളിൽ ഓടിയായിരിക്കും. ഇത് ഡീസലല്ലേ? ഡീസൽ. അപ്പൊ ഇതിന്റെ മേജർ സർവീസ് കാര്യങ്ങളൊക്കെ? സർവീസും കാര്യങ്ങളും ഇതിനകത്തൊക്കെ എന്ത് സർവീസ് എന്തുവാ? ഈ ടൈമിംഗ് ചെയ്യും മാറുക അങ്ങനെയൊക്കെ ഉള്ള. നമുക്ക് മാരുതി വണ്ടിയല്ലല്ലോ അതൊക്കെ. പുറത്ത് ഞാനിപ്പോ എന്ത് പറയാനാ ഇതിനകത്തൊക്കെ. ഇതൊക്കെ നമ്മൾ ഈ കണ്ടീഷനിൽ തന്നെ വിൽക്കുന്നത്. കിലോമീറ്റർ ഒക്കെ 1 ലക്ഷത്തിന് മേലെ ഇതിനകത്ത് കാണിച്ചത് 83,000 കിലോമീറ്റർ ആണ്. നമുക്ക് ജെന്യൂൻ ആണോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബാക്ക് സൈഡ് വണ്ടി കാണാൻ ഒരു ആവറേജ് കണ്ടീഷൻ. 7 സീറ്റ് വണ്ടിയാണ്. അങ്ങനെ കാണാൻ ഓക്കെ. വണ്ടി അത്യാവശ്യം ഈ പറഞ്ഞത് ബ്ലാക്ക് കളറാണ്. അത്യാവശ്യം പെയിന്റിംഗ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചിട്ടും വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇതിന്റെ AC കാര്യങ്ങളൊക്കെ നേരെ വർക്ക് ചെയ്യോ? ഏതാ AC കാര്യങ്ങളൊക്കെ? AC കൂളിംഗ് കുറവാ.
കൂളിംഗ് കുറവാണ്. അത് ഗ്യാസ് AC ഗ്യാസ് ബില്ല് ചെയ്യേണ്ടി വരും. വണ്ടിയുടെ അകം കുഴപ്പമില്ല, നീറ്റാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. അതൊക്കെ വൃത്തിയായിട്ട് നമുക്ക് ഇങ്ങനെ ഈ വണ്ടി എടുക്കുന്നതല്ല, ഇതിപ്പോ ഒരു എക്സ്ചേഞ്ച് വന്നോണ്ട് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെ എടുത്തതാ. ബാക്ക് ടയർ ആവറേജ് ടയറേ ഉള്ളൂ. ബാക്ക് ടയർ ആവറേജ് ടയേഴ്സ്. കളറൊന്നും ഫെയ്ഡ് ആയതായിട്ടോ അല്ലെങ്കിൽ ഫെയ്ഡല്ല, ഇതിപ്പം റീപെയിന്റ് ചെയ്തതാണ്. കാര്യം ഒരു ടെസ്റ്റ് സമയത്ത് 2004 എന്തായാലും 19 ടെസ്റ്റ് വന്നു കാണും. ടെസ്റ്റ് സമയത്ത് ഏതാ ഈ സൈഡ് പുള്ളി പോലെ സ്റ്റാർട്ടിങ് തന്നെ ആണ്. അതിന്റെ മേളിൽ കൂടെ അടിച്ചു വിട്ടത്, അടിച്ചു വിട്ടേക്കുവാ. വണ്ടിക്കകമൊക്കെ ഇങ്ങനെ കാണാം. സീറ്റ് കവറൊക്കെ കൊള്ളാം, മറ്റേ ഇന്ത്യയിലും വൃത്തിയുണ്ട്. ഇങ്ങനെ കാണാം. ഇനി ഇവൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ട് ഇടാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, വണ്ടി ഉപയോഗിക്കാനുള്ളതല്ലേ. അതിൽ വണ്ടി ഓടിച്ചു പോകും. അതല്ല പറയുന്നത്, തുരുമ്പിന്റെ കാര്യയുടെ തുരുമ്പിന്റെ കാര്യം അല്ല, ഞാൻ പറഞ്ഞതല്ല. വണ്ടി കൊണ്ട് ഇടാൻ വേണ്ടിയല്ലോ, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും വണ്ടി എടുക്കുന്നത്. ഈ ടയറും മോശമാണ്, ഫ്രണ്ട് മാത്രമേ കൊള്ളാം. ഇതിനകത്തൊന്നും ടയറിനകത്തൊന്നും നമ്മൾ ഒരിക്കലും കമ്മിറ്റ് ചെയ്യത്തില്ല. അതിന്റെ പൈസ കുറച്ച് കൊടുത്താൽ നോക്കാം. എത്ര ചോദിക്കുന്നേ? 85 രൂപ. 85,000 രൂപ. ഇത് പേപ്പർ ഇനി എത്ര ആളുണ്ട്? പേപ്പർ ഇപ്പം ഇത് നമുക്ക് ടാക്സ് ഇപ്പൊ അടുത്ത 3-ാം മാസം വരെ ടാക്സ് ഇടാൻ 25 3-ാം മാസം വരെ. ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 4-ാം മാസം 5-ാം മാസം അടുത്ത വർഷം ഏപ്രിലോ അല്ലെങ്കിൽ മെയിലോ ടെസ്റ്റ് വരും. അതായത് 2025 2016 മോഡൽ ഇയോൺ ആണ്. ഇത് മദർ ബ്രാൻഡ് വണ്ടിയാണ്. 2016 മോഡലേ, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. ഈ ആദ്യം ഈ ടയറിനകത്തോട്ട് മാത്രം നോക്കാൻ. ടയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഇപ്പോൾ എടുക്കുക, 2 ടയർ അല്ലെങ്കിൽ 4 ടയർ പോട്ട് നമുക്ക് മാറാം. അപ്പോൾ ഒരു എഞ്ചിൻ പണിയാണെങ്കിൽ എന്ത് ചെയ്യും? എടാ എഞ്ചിൻ പണി ഞാൻ എഞ്ചിൻ കാണുന്നില്ലല്ലോ. ടയർ മാത്രം പറയാം. ടയറെന്ന് വെച്ചാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. തേഞ്ഞു പോകുന്നൊരു സാധനമാണ് ടയർ എന്ന് പറഞ്ഞാൽ. ടയറൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല. കാര്യം നമുക്ക് വരുന്നൊരു കസ്റ്റമർ ആണെന്നില്ല, അല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഇപ്പൊ വരുന്നൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടയറിന്റെ കണ്ടീഷൻ പറഞ്ഞേ കൊടുക്കത്തുള്ളൂ, പറയാൻ കൊടുക്കത്തില്ല. എടാ ഇപ്പൊ നീ പറഞ്ഞില്ലേ പറഞ്ഞു കൊടുക്കുന്നു, ഞാനും പറഞ്ഞു കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഓടി വരുമ്പോ ആദ്യം ഞാൻ ടയർ ഇത്രയുണ്ട് എന്നങ്ങ് പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട വണ്ടിയുടെ കണ്ടീഷൻ, പിന്നെ ഉള്ളൂ ടയറിന്റെ കാര്യം. വണ്ടിയുടെ കണ്ടീഷൻ, ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്, ഇത് ഈ കാണുന്ന കാഴ്ചയിൽ ഈ വണ്ടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് ജനത്തെ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് അതിന്റെ അകം നോക്കും. പുറത്ത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. ഓക്കെ വില പറ. ഇത് പ്രൈസ് 245. ഇതൊക്കെ നമുക്ക് മാക്സിമം ഫണ്ട് കിട്ടുന്നതാണ് കേട്ടോ. ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 40 രൂപ അല്ലെങ്കിൽ 50 രൂപ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു എമൗണ്ട് വാങ്ങി ബാക്കി ലോൺ ചെയ്ത് തരാം. ഫ്രണ്ട് 2 ഡോർ പറഞ്ഞു. 2016 ആണ്. മാക്സിമം 5 വർഷം വരെ ലോൺ കിട്ടും. 5 വർഷം വരെ ലോൺ. ഇതും ഹുണ്ടായുടെ വണ്ടി തന്നെയാണ്, സാൻഡ്രോ. ഇപ്പോഴത്തെ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് മോഡൽ 2021 മോഡൽ. ഇത് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ കുറവാണ്, 16,500 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ടയർ കമ്പനി ടയറാണ്. അത് 16,000 ഓടിയുള്ളൂ. 16,000 കിലോമീറ്റർ ആണ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം വരുന്നത് ഫുൾ ഓപ്ഷൻ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. 4 പവറിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റീരിയോ എല്ലാം ഉണ്ട്. ഈ ഒരു സെക്കൻഡ് ഓണർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും. വേറെ റീപ്ലേസ്മെന്റ് 16,500 കിലോമീറ്റർ. ഈ മോഡലുള്ള വണ്ടിക്ക് അത് വരുന്ന വെച്ചാൽ ഈ എക്സ്ചേഞ്ച് ബോണസ് കിട്ടാൻ വേണ്ടിയാണ് ഈ പേര് മാറുന്നത്. അതിന് വേണ്ടിയിട്ട് പേര് മാറുന്നതാണ്. അങ്ങനെയാണ് ഈ മോഡലുള്ള വണ്ടിക്ക് അത് ഈ സെക്കൻഡ് ഓണറൊക്കെ ആയി പോകുന്നത്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് കവറില്ല. സീറ്റ് കവറൊക്കെ അഡീഷൻ ചെയ്യണം. പക്ഷേ ക്വാളിറ്റി വൃത്തിയുണ്ട്. അത് പുത്തൻ വണ്ടി വൃത്തിയുണ്ട്. വേറെ അപകടങ്ങളില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ വേറെ പ്രശ്നമൊന്നും. ഈ സെക്കൻഡ് ഓണർ എന്നുള്ളതല്ല, വേറെ വണ്ടിക്ക് അത് വേറെ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വരുമ്പോൾ 4,400. ഈക്കോ 2018 മോഡലാട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഈക്കോ ആണ്. പക്ഷേ ഇത് മോഡലുള്ള വണ്ടി കിടക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും ഈ ഒരു 2013, 12 ആ റേഞ്ചിലുള്ള ഈക്കോയ്ക്കാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. നമുക്ക് പക്ഷേ ഇപ്പോൾ വരുന്ന എല്ലാ മോഡലുള്ള വണ്ടിയാണ്. ഇത് 2018 മോഡലാണ്. 18 മോഡൽ, കിലോമീറ്റർ 39,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ ആണ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2018 ആയതുകൊണ്ട് നമുക്ക് 6 മാസം വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 5 സീറ്റാണ്. 5 സീറ്റ് AC ആണ് വണ്ടി. ഇതും വന്ന കണ്ടീഷനിൽ കിടക്കും. ഇതിനകത്ത് മെക്കാനിക്കലി ഉള്ള വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പെയിന്റിംഗ് വർക്ക്, ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ചെയ്തിട്ട് തരത്തുള്ളൂ. എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 3,400. സെയിം ഈക്കോ തന്നെ ഒരു മോഡലും കൂടെ കിടപ്പുണ്ട്. അത് പറഞ്ഞ് നമ്മളെ യാടി കിടക്കുക. 2018 ആണ്, സിൽവർ കളർ. അത് പിന്നെ കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെയിം വില തന്നെ 3,400. ഇത് 2016 മോഡലാണ്. ഓൾട്ടോറേറ്റഡാണ്. 2016 മോഡൽ. AC പവർ സ്റ്റിയറിംഗ്. അതിനകത്ത് ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ LX ആണ്. ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ വരുന്നത്. 64,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ടയറുണ്ട്. അത്യാവശ്യം ടയർ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. 2 നല്ല ടയർ, നല്ല ടയർ. ബാക്കിലെത്തത് അത്യാവശ്യം ആവറേജ് വരും. പുതിയതെന്ന് പറയാൻ പറ്റില്ല, ആവറേജ്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷൻ ചെയ്യുന്നത് കമ്പനി സീറ്റ് അടിയിലുണ്ട്. ഇതിനകത്ത് വേറെ മെക്കാനിക്കലി വേറെ വലിയ വർക്കോ കാര്യങ്ങളായിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ പെയിന്റിംഗ് വർക്ക് ഉണ്ട് കേട്ടോ. അത് ചെയ്ത് കൊടുക്കും. അത് ചെയ്തു തരാം. വന്ന കണ്ടീഷനിൽ കിടക്കുക, ഒന്നും ചെയ്തിട്ടില്ല.
ഓ അതർ ബ്രാൻഡ് വണ്ടി ആകുമ്പം നിങ്ങൾ പെയിന്റിംഗ് ഒക്കെ ആണ് അത് പെയിന്റ് ചെയ്യും. മെക്കാനിക്കലുള്ള വർക്ക് മാത്രമേ നമുക്ക് അതർ ബ്രാൻഡ് വണ്ടിക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് അതെല്ലാം ചെയ്യാം. അത് എനിക്ക് എവിടെയെങ്കിലും തട്ടിയതായിരിക്കാം. ഒരുമാതിരി എല്ലാം പെയിന്റ് എല്ലാം ഇതൊന്നും കാണാതെ ഡെലിവറി സമയത്ത് വണ്ടി ക്ലീൻ ആയിരിക്കും. ഇതൊന്നും കാണാതെ കാര്യം ഇതിപ്പം നമ്മൾ പെയിന്റ് ചെയ്തിരുന്നാലേ എന്നാലും 16 വണ്ടിയല്ലേ, മോഡലുള്ള വണ്ടിയായിരിക്കും. പിന്നെ റീപ്ലേസ് ഇത് പറഞ്ഞ വണ്ടി തട്ടിയെന്നേ പറയത്തുള്ളൂ, വണ്ടി ഇടിച്ചതെന്ന് പറയും. നമുക്ക് കാണിച്ച് ചെയ്യാമല്ലോ. ഓക്കെ, എത്ര ചോദ്യം? ഇത് പ്രൈസ് വരുമ്പോൾ 2.35. കുറയോ? 2.35 നോക്കാം. ഇതും ഫിനാൻസ് കിട്ടുന്നതാണ്. നമുക്ക് 5 വർഷം എന്തായാലും ലോൺ കിട്ടും. 2016 ആയതുകൊണ്ട് ഓൾട്ടോറേറ്റഡ് തന്നെയാണ്. 2018 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓൺ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി വരുന്നു, 6 മാസം വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസും എല്ലാം വരുന്ന വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല ടയേഴ്സ്. അത് ഫ്രണ്ട് 2 ഡോർ പവറിൻ്റെ മാത്രമേ വരുത്തുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വരുമ്പോഴത്തേക്ക് 3.15. എന്താ ഓടി കിലോമീറ്റർ 50 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്, വാറണ്ടി ഉള്ള വണ്ടിയാണ്. സീറ്റ് കവർ ഇത് കമ്പനി സീറ്റ് കവറാണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല, കമ്പനി സീറ്റ് കവർ. ടയർ കിടപ്പുണ്ട് കേട്ടോ. ടയർ കിടപ്പുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. അതിനകത്ത് വേറെ പെയിന്റിംഗ് വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ ഡെന്റുകളുണ്ട്, ഡോറ് ചെറിയ ഡെന്റൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി താഴെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ചെറിയൊരു ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് അല്ലേ? ആ സൈഡുണ്ട്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 3.15. 18 മോഡലാണ്. 6 മാസം വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. നമുക്ക് 5 വർഷം വരെ ലോൺ കിട്ടും. ഒരു 50 രൂപയ്ക്ക് അടച്ചാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. 2018 മോഡൽ ഡിസയർ ആണ്. ഡീസലാണ് വണ്ടി കേട്ടത്. കിലോമീറ്റർ ഓടിയിട്ടുണ്ട് 80,000 കിലോമീറ്റർ. സിംഗിൾ ഓൺ വണ്ടിയാണ്. VDI സിംഗിൾ ഓൺ വണ്ടി VDI. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. വണ്ടി അത്യാവശ്യം ഉപയോഗിച്ച് ഒരു നീറ്റായിട്ടാണ് ഉപയോഗിച്ചത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വണ്ടി. അത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടി ഉള്ള വണ്ടിയാണ്. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉള്ളതാണ്. വണ്ടി കാണാനൊക്കെ അത്യാവശ്യം നീറ്റ്. കിലോമീറ്റർ 80 ഓടിയിട്ടുണ്ട്. പിന്നെ ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഓട്ടോ ഉള്ളവർ മാത്രമാണ് ഡീസൽ എടുക്കുന്നത്. VDI ആണ്. 4 ഡോർ പവറിൻ്റെ എല്ലാം വരും. വേറെ വെന്റ് AC വെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ന്യൂ മോഡലാണ്, ന്യൂ ഷേപ്പ് ഡിസയർ ആണ്. ഇത് നമുക്ക് പ്രൈസ് വരുമ്പോൾ 6.5 പ്രൈസ് വരുന്നത് ഡീസൽ. 6.5. ഇതും ഒരു 80 രൂപ, 1 രൂപയ്ക്കകത്ത് എമൗണ്ട് ആദ്യം അടയ്ക്കും, ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. പിന്നെ നമ്മൾ നോർമലി ഉള്ളൊരു 85% ഫണ്ടിങ് ആണ് പറയുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് എടുത്തതിന് ശേഷം നല്ല പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 90-95% വരെ ഫണ്ട് കിട്ടും. 2021 മോഡൽ ഇഗ്നിസാണ്. നമുക്ക് ഇഗ്നിസ് നമ്മൾ ഈ പറയുന്ന 1-2 വണ്ടികൾ, ഇപ്പോൾ ഇഗ്നിസൊക്കെ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട് കേട്ടോ. മോഡലുള്ള വണ്ടികളൊക്കെ. ഇത് ഡെൽറ്റയാണ്, സെക്കൻഡ് വേരിയൻ്റ് ആണ്. പിന്നെ ഈ അലോയ്സ് എല്ലാം അഡീഷണൽ ചെയ്തേക്കുന്നത് കേട്ടോ. ഇതും കിലോമീറ്റർ കുറവാണ്. 2021 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ. ഇതും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്യുന്നത്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, അതെല്ലാം അഡീഷൻ ചെയ്തു. വണ്ടിക്ക് ഒരുപാട് ആക്സസറീസ് അഡീഷൻ ചെയ്തിട്ടുണ്ട്. ഡെൽറ്റയ്ക്കകത്ത് ഇതൊന്നും വരുന്നതല്ല. ഈ സീറ്റ് കവർ ആണെങ്കിലും ഫ്ലോർ മാറ്റ് ആണെങ്കിലും അതിൻ്റെ സ്റ്റീരിയോ ആണെങ്കിലും ഈ അലോയ്സിനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. എല്ലാം അഡീഷൻ ചെയ്യുന്നതാണ്. പിന്നെ 4 ഡോർ പവറിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് നോർമലി വരുന്നത്. അതെല്ലാം നോർമലി വരുന്നത്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളും കാര്യങ്ങളെല്ലാം. എത്ര ചോദ്യം? ഇത് പ്രൈസ് 5.65. ഇത് നമുക്ക് ഒരു 5 ലക്ഷം രൂപയോളം ലോൺ കിട്ടും. 65 രൂപ അടയ്ക്കുമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ. ഈ ഇങ്ങനെ കുറച്ച് മോഡലുള്ള വണ്ടികളൊക്കെ ഉണ്ട്. മാക്സിമം ഫണ്ട് കിട്ടുന്നതാണ്. ഇതാകുമ്പം 2021 വണ്ടിയാണ്. 1 വർഷത്തെ വാറണ്ടി കാര്യങ്ങൾ, മാരുതി വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിയെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു 80,000 രൂപ ആയിട്ടുള്ള വണ്ടി സുമോ, അത് 80 ഇല്ല, അതിൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടാവുന്ന വണ്ടിയാണത്. അപ്പോൾ അത് ഒന്ന് ബാർഗൻ ചെയ്ത് നോക്കിയാൽ കിട്ടും. പിന്നെ അല്ലാതെ രീതി പറയുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇഷ്ടംപോലെ വണ്ടികൾ, ബ്രീസ, എസ്ക്രോസ്, ബലേനോ, ഇതൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. നല്ല മോഡൽ വണ്ടികളാണ് കിടക്കുന്നത്. അപ്പം നല്ല പൈസയാവും. അപ്പം ഞാൻ അതെടുത്ത് കാണിച്ചു തന്നാൽ നിങ്ങൾ വീണ്ടും ഇത് ചെയ്ത് തുടങ്ങും. ഒരുവിധം ഓക്കെ എന്ന് കാണുന്ന വണ്ടികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇതിൽ കണ്ട വണ്ടികളിൽ ഇഷ്ടപ്പെട്ട വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. പിന്നെ അല്ലാത്ത വണ്ടികളാണെങ്കിലും കിടപ്പുണ്ടോ, ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ടോ, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സായിട്ട് കൊടുത്തേക്കാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ